രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭാര്യ പറയുന്ന ഉമ്മയിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യണം, അവരുടെ വിഷമങ്ങൾ കേൾക്കണം. നമുക്കൊരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി പറയാണെന്നാണ്. പരിഹരിക്കാൻ വേണ്ടിയല്ല ഈ പറയണത്. അതെ, പരിഹരിക്കാൻ വേണ്ടിയല്ല ആരും പറയണത്. ഇപ്പോ ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തിന്റെ ഉമ്മ സുഖല്ല, ആശുപത്രിയിലാണ്. അപ്പൊ നിങ്ങളെ വിളിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഉമ്മ ആശുപത്രിയിലാണ്, ഉമ്മക്ക് വളരെ പ്രയാസമാണെന്നൊക്കെ നിങ്ങളോട് പറയണത് നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമല്ല. നിങ്ങളുടെ അടുത്ത സുഹൃത്താകണോണ്ട് അപ്പൊ നമ്മളോട് എന്ത് പറഞ്ഞാലും അതൊക്കെ പരിഹാരത്തിനാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഭാര്യമാര് പറയണത് കേൾക്കണം. കാരണം അവർക്ക് പറയാൻ നിങ്ങളെ മാത്രമുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് മുഴുവനും കേൾക്കുക, മറുപടി പറയല്ല, കേൾക്കുക. പല ഭർത്താക്കന്മാരും എന്ത് ചെയ്യരുത്, കേൾക്കാറില്ല. അത് കേട്ടാ മതി. കാരണം കേൾക്കുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ അവർക്ക് എന്ത് ചെയ്യും, ഇത് ഞാൻ പറയണത് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും, എൻ്റെ വിഷമങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവർ വിഷമിക്കുന്നതിൽ നമുക്കും വിഷമമുണ്ട് എന്ന് വന്നാൽ മതി. അതെ, അതുണ്ടല്ലോ. നേരെ മറിച്ച് എന്ത് ചെയ്യുക, ഉമ്മ എന്ത് പറഞ്ഞാലും അതിനൊന്നും മറുപടി ഇല്ല, ഇവൾ എന്ത് പറഞ്ഞാലും അതിനൊക്കെ എന്ത് ചെയ്യുക, നീ ക്ഷമിച്ചാൽ മതി, നീ സഹിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സഹിക്കലൊക്കെ ഞാൻ, ക്ഷമിക്കലൊക്കെ ഞാൻ, ഉമ്മക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതിരിക്കാൻ എന്ത് ചെയ്യാം, നമ്മള് ഭാര്യമാര് പറയും, നമ്മൾ കേൾക്കുക, നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ മാത്രം അതിൽ ഇടപെടുക, ഉമ്മനെ പിണക്കാതിരിക്കുക. അങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയാൽ ഒരു പക്ഷം ചേരുന്നില്ല എന്ന് രണ്ടുപേർക്കും തോന്നണം. എന്നാൽ തന്നെ അയാൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ കഴിയും.